ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തുണ്ട് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പൊ ഇന്നിതാ ഞാൻ നല്ല കിട്ടിലിന് അച്ചാറായിട്ട് വന്നിട്ട് വന്നത്. അതില്ലേ, നല്ല അടിപൊളി മാങ്ങ അച്ചാറാണ്. അപ്പോൾ ഈ മാങ്ങ അച്ചാർ വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അച്ചാർ വന്നിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല പൊളി ടേസ്റ്റാണ്. അത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിത് കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ, കൂടുതലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഒന്ന് വീഡിയോ എടുത്തെന്ന് മാത്രം. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പൊള്ളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പൊ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കരുത് നമുക്കൊന്ന് നോക്കി വരാം. അപ്പൊ ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഇത് 1 കിലോ മാങ്ങ ഞാൻ ചോപ്പൊക്കെ ഇട്ടിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം വേണ്ടതെന്ന് വെച്ചാല് 4 ബോളില് ഉണ്ട, ആ 4 ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി അതുപോലെ ഒരു 50 ഗ്രാമിൽ കുറച്ച് അധികമായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ 5 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇതൊന്നും അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടാ. പിന്നെ വേണ്ടത് 150 ഗ്രാം മുളകാണ് കേട്ടാ. ഞാനിവിടെ കുമ്പട്ടി മുളകാണ് എടുത്തത്. അപ്പോൾ ഇതെന്താ ചെയ്യണം, നല്ലോണം ചുട്ടെടുക്കാനുണ്ട് കേട്ടാ. അപ്പോൾ ഒരു സ്പൂൺ അളവിൽ, 1-1.5 സ്പൂൺ അളവിൽ കടുക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് വേണ്ടത് പിന്നെ എള്ളെണ്ണയാണ് കേട്ടാ. അപ്പൊ എള്ളെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് വിനാഗിരി, അതുപോലെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയാണ് വേണ്ടത്. ഇനി നമുക്ക് ഈ മുളക് ഒന്ന് നല്ലോണം ഒന്ന് ചുട്ടെടുത്തിട്ട് വരണം. ചുട്ടിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് അത് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം കേട്ടാ. അതിനായിട്ട് ഞാനിതാ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായതിനു ശേഷം അതിലേക്ക് 1.5 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വേണ്ടതെന്ന് വെച്ചാൽ എള്ളെണ്ണയാണ് വേണ്ടത്. നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ എള്ളെണ്ണ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി അതിലേക്ക് നേരത്തെ എടുത്തു വെച്ച കടുകുണ്ടല്ലോ, അതിൽ നിന്ന് പകുതി എടുത്ത് നമുക്ക് ഇതിലേക്ക് എണ്ണ ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ച മുളക് ഉണ്ടല്ലോ, ആ മുളകൊന്ന് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നന്നൊന്ന് മൂത്ത് വരുന്ന ടൈമിന് നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ നമ്മളെ മുളക് ഇതാ നന്നായി തന്നെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പൊ ഇനി തണിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മളെ മുളക് ഇതാ തണിഞ്ഞിട്ടുണ്ട്, ഞാൻ മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ആവശ്യത്തിന് വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായി തന്നെ അരച്ചെടുക്കാം കേട്ടോ. അങ്ങനെ മുളകെല്ലാം അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വറുത്തെടുത്ത പാത്രം ഉണ്ടല്ലോ, ആ പാത്രം തന്നെ നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. ഇനി പാത്രം ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം എണ്ണ ചൂടായി കഴിഞ്ഞാല് നേരത്തെ ബാക്കി വെച്ച കടുക് ഉണ്ടല്ലേ, ആ കടുക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കടുക് നന്നായി തന്നെ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് 5 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. നേരത്തെ 5 തണ്ട് കറിവേപ്പിലയാണ് ഞാൻ നേരത്തെ ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുത്തത്. അപ്പോൾ 5 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഈ കറിവേപ്പില നന്നായി തന്നെ മൂത്ത് വരണം കേട്ടോ. മൂത്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ കറിവേപ്പില ഉണ്ടല്ലോ, അതുകൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതും നന്നായി തന്നെ മൂത്ത് വരണേ. അപ്പോൾ ഇതും കൂടെ നന്നായി തന്നെ വറുത്തെടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇത് നന്നായി തന്നെ മൂപ്പിച്ചെടുക്കാം. അങ്ങനെ ഇത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച മാങ്ങ ഉണ്ടല്ലേ, ആ മാങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മാങ്ങ നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് നോക്കി നോക്കി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 2.5-3 സ്പൂൺ അളവിലാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുത്തത്. അത് ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായി തന്നെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ആ മുളക് മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിതാ മുളകിൻ്റെ മിക്സും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടെ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് നമുക്ക് എത്ര തിക്നെസ് വേണ്ടേ അതുപോലെ നോക്കിയിട്ട് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു അച്ചാറിൻ്റെ ഒരു പരുവം ഉണ്ടാവൂലേ, അപ്പോൾ അത് നോക്കിയിട്ട് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാനിതാ വിനാഗിരി ഇതിൽ കണക്കായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുളക് അരച്ചത് ഒഴിച്ചതിന് ശേഷം ഇത് ഒന്ന് തിളക്കാനായിട്ട് വെക്കണം കേട്ടോ. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അച്ചാർ ഇത് നന്നായി തന്നെ തിളച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അച്ചാർ തണിഞ്ഞതിന് ശേഷം നമുക്ക് കുപ്പിയിലേക്ക് ആക്കി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.
എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.